പ്രജിത, അതിഭീകരമായ മുന്നൊരുക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയുന്ന യുദ്ധത്തിൻ്റെ, പാകിസ്ഥാന് നേരെയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇന്ന് രാത്രി കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ കഥ കഴിയും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഇനി അവരൊരു തിരിച്ചടി, അതായത് അവർ ഇനി പ്രകോപനം ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ മിക്കവാറും കഥ കഴിയാനുള്ള, ഇന്ന് രാത്രിയോടെ അവരുടെ കഥ തീരാനുള്ള മണിക്കൂറുകൾ മാത്രം മതി. അവരുടെ കഥ തീർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. സംയുക്ത സൈനിക മേധാവിയും സേനാ മേധാവിമാരുമായിട്ടൊക്കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ആക്രമണം നിങ്ങൾ കടുപ്പിച്ചോളൂ എന്നത് തന്നെയാണ്. കാരണം ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യം പാകിസ്ഥാനോട് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി വിട്ടുവീഴ്ചകൾ ഇന്ത്യ ഇതുവരെയും ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ഒരു രീതിയാണ്. അപ്പോൾ പിന്നെ BSF CISF DGമാരുമായിട്ടൊക്കെ അമിത്ഷായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. യുദ്ധസമാന സാഹചര്യം തന്നെയാണ് ഔദ്യോഗിക യുദ്ധ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത്. നമ്മൾ യുദ്ധം എന്ന് പറയാറായിട്ടില്ല. ഇതുവരെയും ഒരു തിരിച്ചടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. യുദ്ധം എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഇങ്ങോട്ട് അതെ, നടപടിക്രമങ്ങളുണ്ട്. യുദ്ധം എന്ന് ഭാരതം ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള, ഒരു രാജ്യം, ഏതൊരു രാജ്യം യുദ്ധം പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുണ്ടാവും. അപ്പൊ അതുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഇതുവരെ ഇന്ത്യ ഇന്ത്യ ഇതുവരെയും കരുതലോടുകൂടി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇനി ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആക്രമണം കടുപ്പിച്ചോളൂ എന്നുള്ള തീരുമാനമാണ് എല്ലാ മേധാവികളും കൊടുത്തിരിക്കുന്നത്, എല്ലാ മേധാവികൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ആക്രമണമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ അതിൽ 50ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അതെല്ലാം നമ്മുടെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ തകർത്ത് കളഞ്ഞു, വിശേഷം തകർത്തു. പക്ഷെ എന്നാൽ ആർക്കും ഒരു ജീവഹാനിയും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അത്രത്തോളം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, കാര്യക്ഷമത, പ്രവർത്തനക്ഷമതയൊക്കെ തെളിഞ്ഞ രാത്രി കൂടിയാണ് കഴിഞ്ഞു പോയത്. അതിനിടയിൽ തന്നെ ഈ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡൽഹി, രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി ജാഗ്രതയിലാണ്. തലസ്ഥാന നഗരത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാരുടെയും അവധികളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. ജമ്മു ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങൾ ഷെല്ലാക്രമണങ്ങൾക്ക് വിധേയമായതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കം ഉണ്ടായത്. യുദ്ധസ്മാരകമായിട്ടുള്ള ഇന്ത്യ ഗേറ്റിലെത്തിയ സഞ്ചാരികളെയും അവിടുത്തെ കച്ചവടക്കാരെയെല്ലാം പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്, നിർദ്ദേശം വന്നിട്ടുണ്ട്. സ്ഥലത്തെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ ജാഗ്രത കടുപ്പിക്കുകയാണ്. ജയ്സൽമീറിൽ 5 മണിയോടെ ചന്തകളെല്ലാം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇത് വരുമ്പോൾ. അതെ, വൈകിട്ട് 6 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ ലൈറ്റുകളും ഓഫ് ആയിരിക്കണം എന്നതാണ് കർശന നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും വാഹനങ്ങളിൽ യാത്ര കർശനമായിട്ട് വിലക്കിയിരിക്കുന്നു. സൈനിക കേന്ദ്രങ്ങൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലാണ് കർശന നിയന്ത്രണങ്ങൾ. അനുമതി കൂടാതെ ഈ മേഖലയിലോട്ടൊന്നും പ്രവേശിക്കരുത്. പ്രവേശിക്കുന്നവർക്കെതിരെ കർശനമായ ശക്തമായ നടപടികൾ തന്നെയാണ് ഉണ്ടാവുക. റോഡ് യാത്രകൾ വിലക്കുമെന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിന് ലക്ഷ്യമിട്ട സ്ഥലമാണ് ഈ പറയുന്ന ജയ്സാൽമീർ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇന്ത്യ പാക് സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താനായിട്ട് കരസേനാ മേധാവിമാർക്ക് കേന്ദ്ര സർക്കാർ അനുമതി കൂടി നൽകിയിട്ടുണ്ട്. അതായത് 1948 ടെറിട്ടോറിയൽ ആർമി നിയമത്തിലെ 33ാം ചട്ടപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഉത്തരവ് മെയ് 6 തന്നെ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. 32 ബറ്റാലിയനുകളാണ് ടെറിട്ടോറിയൽ ആർമിക്ക് ഉള്ളത്. ഇതിൽ 14 ബറ്റാലിയനുകളിൽ നിന്ന് ആവശ്യമെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനുള്ള അനുമതിയാണുള്ളത്. സതേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ, സെൻട്രൽ നോർത്തേൺ, സൗത്ത് വെസ്റ്റേൺ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ,
ആർമി ട്രെയിനിങ് കമാൻഡ് എന്നിവിടങ്ങളിൽ നിന്നാകും ഉദ്യോഗസ്ഥരെ സേവനത്തിനായി വിളിച്ചിട്ടുള്ളത്. പിന്നെ ഡൽഹി സർക്കാരിൻ്റെ സേവന വകുപ്പ് തങ്ങളുടെ ജീവനക്കാർ ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ അവധിയിൽ പോകരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും എന്ത് സാഹചര്യവും നേരിടുന്നതിനും തയ്യാറായിരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശവും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു തീർച്ചയായിട്ടും ആ ഒരു വ്യാപ്തി ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതിനായിട്ടുള്ള പ്രത്യേക അവലോകന യോഗമൊക്കെ നടന്നു കഴിഞ്ഞു. ദ്രുത പ്രതികരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നപ്പോഴുള്ള പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് ഉടനടി അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അധിക സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ സോണുകളിലേക്കും പ്രത്യേക കമ്മീഷണർമാർ 15 ജില്ലകളിലെയും ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായിട്ടും കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പറയുമ്പോൾ തലസ്ഥാന നഗരിയിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം വിട്ടുപോകണമെന്ന് എല്ലാ ജനങ്ങൾക്കും പോലീസ് കേന്ദ്രങ്ങൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഡൽഹി ശരിക്കും ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഇങ്ങനെ ആ ഒരു യുദ്ധം വരാൻ സമാനമായ ഒരു അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും യുദ്ധം ഉണ്ടായേക്കാം എന്നൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഭരണസ്ഥിരാജ്യം ഡിക്ലെയർ ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ കയറി ഒരു ആക്രമണം ഉണ്ടാകാൻ, പാകിസ്ഥാനിലേക്ക് കയറി അടിക്കാനുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത തന്നെയുണ്ട്. മണിക്കൂറുകൾക്കുള്ള ആവശ്യമേ. കഴിഞ്ഞ ദിവസത്തെ തിരിച്ചടി കഴിഞ്ഞതിനു ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ അടങ്ങുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ കൊണ്ട് മതിയാക്കുക എന്നുള്ളതാണ്. നമ്മളെ പിന്നെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള അതാണ് ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണം. അപ്പൊ ആ ഡ്രോൺ ആക്രമണത്തിനുള്ള അതിഭീകരമായിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ തിരിച്ച് നമ്മളെ പ്രയോഗിച്ച ആ ഒരു നമ്മുടെ പുതിയ അതുകൊണ്ടാണ് S-400 വെച്ചിട്ട് കിലോമീറ്റർ അകലെ വെച്ച് തന്നെ തട്ടിയിടുകയാണ് ചെയ്തത്. അതെ, അത് നിശേഷം നശിപ്പിക്കുകയാണ്. ജീവഹാനിയൊന്നും ഉണ്ടായിട്ടുമില്ല. അത്രയും വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സേനാംഗങ്ങൾ എല്ലാവരും തന്നെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കർശന നിർദ്ദേശങ്ങളാണ്. ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആക്രമണം കടുപ്പിക്കാൻ പറയുമ്പോൾ ഇനി ഒരു ഡിക്ലറേഷൻ മാത്രം ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡൽഹി വിമാനത്താവളത്തിലാണെങ്കിൽ ചില വിമാനങ്ങളുടെയൊക്കെ സമയക്രമം മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴുള്ള ഈ നിയന്ത്രണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാർ അവരുടെ ഷെഡ്യൂളൊക്കെ ശ്രദ്ധിക്കണം. കാര്യം വിമാനത്താവളത്തിൽ ഒരുപാട് സമയക്രമം മാറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. കൂടാതെ എയർലൈൻസുമായിട്ട് ഈ ഷെഡ്യൂളുകളിലെ മാറ്റം, യാത്രക്കാർ എയർലൈൻസുമായി ബന്ധപ്പെടണമെന്ന് ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് നിരവധി വിമാനത്താവളങ്ങൾ അടച്ചിട്ടിട്ടുള്ളതായിട്ടും വാർത്ത വരുന്നുണ്ട്. അതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റു ചില കർശന നിർദ്ദേശങ്ങളും കൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും ഒക്കെ ഒരു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണല്ലോ ഇത്തരത്തിലുള്ള, അതായത് അങ്ങനത്തെ ചില ആളുകളും ഉണ്ട്, തലപൊക്കുള്ളൂ. അപ്പൊ അത് തടയാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ കേന്ദ്ര സർക്കാർ എടുത്തു കഴിഞ്ഞു. അരി, ഗോതമ്പ്, പഞ്ചസാര, ഇന്ധനം എന്നിവയൊക്കെ പൂഴ്ത്തിവെക്കുന്നത് തടയുകയാണ്. വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കണമെന്നൊക്കെ ഈ പറയുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊക്കെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ ജില്ലാ ഭരണകൂടങ്ങളിലെ അവര് ഈ മൊത്ത കച്ചവടക്കാർ അവരെയുള്ള സ്റ്റോക്കിന്റെ കണക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു യുദ്ധം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ എല്ലാ യുദ്ധം എന്ന് നമുക്ക് പറയാനായിട്ടില്ല. കാരണം നമ്മുടെ രാജ്യം ഇതുവരെ യുദ്ധം ഡിക്ലെയർ ചെയ്തിട്ടില്ല, ഒരു മുന്നൊരുക്കത്തിലാണ്. അതിനെ ഡിക്ലെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇസ്ലാമാബാദ് ഉണ്ടാകുമോ എന്നുള്ളത് നിലംപരിശാക്കും, സംശയമാണ്. നിലംപരിശാക്കിയിരിക്കും. അതെ.